അനുഗ്രഹ ഭാഷണത്തിനായി ആദരണീയ പുഷ്പാഞ്ജലി സ്വാമിയാർ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രുതിസ്മൃതിപുരാണാനാമലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശ്രീപത്മനാഭമനിശം ഹൃദി ഭാവയാമി. ശ്രീപത്മനാഭമനിശം ഹൃദി ഭാവയാമി. ഈ മൊറജപം എന്നുള്ള ഈ ഉത്സവം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ്. ഇങ്ങനെ ഒരു ഉത്സവമായിട്ട് വേദജപമൊക്കെ പല ക്ഷേത്രങ്ങളിലും മിക്ക ക്ഷേത്രങ്ങളിലും പണ്ട് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ മൊറജപമെന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന്, ഇത്രയും നൂറുകണക്കിന് ആളുകൾ ഒത്തുചേർന്ന് ഒരു 7 മുറ ജപിക്കുക, 2 മാസം കൊണ്ട് മകരസംക്രാന്തിക്ക് സമർപ്പിക്കുക എന്നുള്ളത് ആരംഭിച്ചിട്ട് 275 വർഷം. അതാണ് സംസ്കൃതത്തിൽ പറഞ്ഞത് 44ാമത്തെ മുറജപമാവാം. ഒരു 6 വർഷം, ഒരു 275 വർഷമാകുമ്പോൾ ഏതാണ്ട് കണക്ക് കൂട്ടുമ്പോൾ 44-45 ആവാം. അപ്പോൾ അങ്ങനെയുള്ള മുറജപമാണ് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് സമാപനത്തിൽ എത്തുകയാണ്. ഈ മുറജപം ഉണ്ടാവുക കാരണം എത്രയോ ആളുകൾ ഇത് പരമ്പരയാ കേട്ട് 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 ഇതിൽ പങ്കെടുക്കണം. പണ്ട് കാലത്ത് ഇങ്ങനെ എല്ലാവരെയും കാണാനുള്ള അവസരമോ യാത്രാ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും ഒന്നിച്ചു ചേരുന്ന, വേദജ്ഞന്മാർ ഒന്നിച്ചു ചേരുന്ന വലിയൊരു രംഗം. അതിങ്ങനെ നടത്ത കാരണമാണ് ഇന്നും അല്പമെങ്കിലും ആ ഗുരുകുല സമ്പ്രദായത്തിൽ വേദം പഠിക്കുന്ന ഒരു ധർമ്മം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മുറജപത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട്. അതിൻ്റെ ഏതാണ്ട് സമാപനം ആവാറായി. 2-3 ദിവസത്തിനുള്ളിൽ സമാപനമാവും. ഏതായാലും ഇനി നമുക്ക് 6 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ഇത്രയും വിപുലമായില്ലെങ്കിലും എല്ലാ വർഷവും വേദജപം നടത്താം. ഓരോ വർഷം ഓരോ വേദത്തിൻ്റെ ആയാലും മതി. അപ്പോൾ കൂടുതൽ ആൾക്ക് സൗകര്യം ചെയ്യാനും അവർക്കും വരുന്ന ആളുകൾക്കും സൗകര്യം കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വേദസംസ്കാരം, വേദജപം എല്ലാ വർഷവും എല്ലാവർക്കും പങ്കെടുക്കാൻ പാകത്തിന്, കാണാൻ പാകത്തിനും ഇവിടെ നടക്കണം. ഓരോ ദിവസം വേദങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ്സും കൂടി ഇവിടെ നടത്തണം. അപ്പോഴേ ജനങ്ങൾക്ക് ബോധം ഉണ്ടാവുള്ളൂ. അതും കൂടി ഇതോടനുബന്ധിച്ച് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ പുഷ്പാഞ്ജലികൾ പോലെ സമർപ്പിക്കുക. ശങ്കരാചാര്യരുടെ 4 ശിഷ്യന്മാരിൽ സുരേശ്വരാചാര്യ ശിഷ്യനാണ് വില്വമംഗലം സ്വാമിയാർ, നടുവൽ മഠത്തിൻ്റെ ആദ്യത്തെ സ്വാമിയാർ. അദ്ദേഹമാണ് വലിയ കാട്ടിനടുക്ക് ഭഗവാനെ കണ്ടതും അതിനുശേഷമാണ് ഈ ക്ഷേത്രമെല്ലാം വന്നത്. അപ്പോൾ വില്വമംഗലമാണ് ആദ്യമായിട്ട് അവിടെ പുഷ്പാഞ്ജലി ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ പരമ്പരയായിട്ട് ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ മിത്രാനന്തപുരത്ത് താമസിച്ച് പുഷ്പാഞ്ജലി ചെയ്യണമെന്നൊരു നിയമം ഇതേവരെ മുടങ്ങാതെ അത് നടന്നു വന്നു. അതിൽ ഇപ്പം അത് നിർവഹിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. അതിൻ്റെയൊക്കെ പുണ്യമായിട്ടാവും ഈ സദസ്സിൽ വരാൻ കഴിഞ്ഞതും ഭക്തന്മാരെയും വേദജ്ഞന്മാരെയും കാണാൻ കഴിഞ്ഞതും എന്ന് വിചാരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കത സമർപ്പിക്കുന്നു. വിശ്വവിദിതേ അത്ര പത്മനാഭസ്വാമി മന്ദിരെ വത്സരഷട്കേ ഏകവാരം ആഘുഷ്യമാണഃ एकः उत्सवः भवति मुरजप
वेदजपः इत्यर्थः। वेदस्य आद्यन्तपारायणस्य आद्यन्तजपस्य नाम भवति मुरजपः इति। अयं तु उत्सवाः 40तमः भवति इति मे विचारः। एतदर्थम् एकवार सम्पूर्णपारायणस्य पक्षचतुष्टयं भवति। 8 दिनानि भवन्ति। अत्र 7 वारजपः प्रवर्तते। तदर्थं पक्षचतुष्टयम् आवश्यकम्। 3 पक्षाः अतीताः, अन्तिमपक्षः प्रचलति। 2-3 दिनैः अयम् उत्सवः समाप्तिम् एष्यति च। ततः पूर्वं देवस्व अधिकृतैः अस्य जपस्य उत्सवस्य महत्त्वं तथा कालिकीं प्रसक्तिं च साधारणजनान् बोधयितुम् आयोजितं मन्ये इदं सम्मेलनम्। अत्र दीपप्रोज्वलनाय तथा किञ्चित् वक्तुं च कोऽप्यवसरः अपारकरुणामूर्तिना भगवतैव मह्यं दत्त इति अतीव सन्तुष्टोऽस्मि। अत्र केवलम् आघुष्यमाणः अयम् उत्सवः केरलेषु सर्वानपि वेदाध्येतॄन् पोषयति स्म इति वक्तुं न सन्देहः। सर्वेषामपि अध्येतॄणां मनसि एकः विचारः, परम्परया मुरजपम् अधिकृत्य श्रुत्वा तत्र भागं करणीयम्, वेदपठनानन्तरं तत्र भागं करणीयम् इति विचारः सर्वेषाम् अध्येतॄणां मनसि आसीत्। अतः गुरुकुलसम्प्रदाय वेदाभ्यासः वेद अध्ययनम् अद्य नास्ति, प्रायः नष्टप्रायं भवति, अस्तङ्गतप्रायं भवति। तथापि यदवशिष्यते तद् वेदजपस्य अत्र वत्सरषट्के एकवारम् आघुष्यमाणस्य उत्सवस्य प्रभावः एव। वेदस्य आद्यन्तम् एकवारं जपः तस्य नाम भवति मुरजपम् इति। अयं महान् उत्सवः आसीत् पुरा। अद्य तु अस्मिन् उत्सवे विशिष्य देशान्तरेभ्यः अपि पण्डिताः अत्र आगताः। पूर्वं तु केवलं ऋग्वेदस्य यजुर्वेदस्य सामवेदस्य च पारायणम् अथवा जपः अत्र आसीत्, केवलं केरलीयानां वेदविदुषाम्। अद्य तु भारतस्य विविधदेशेभ्यः आगताः, विविधशाखासु प्रावीण्यं लब्धवन्तः अत्र आगत्य वेदजपं कुर्वन्ति इति आनन्दः द्विगुणी भवति सर्वेषामपि। न केवलमत्र वेदपारायणं भवति, वेदान्तभाष्यं शारीरकभाष्यस्य पारायणं वर्तते, पुराणानाम् इतरपुराणानां पारायणं वर्तते,
विशिष्टसूक्तानां पारायणं वर्तते। एतत् सर्वं जनोपकारकं भवति। अतः अस्मिन् अवसरे अत्र भागं गत्वा किञ्चित् वक्तुम् अवसरो लब्धः इत्यतीव सन्तुष्टोऽस्मि। सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्। ओम शांति शांति शांति।